സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പളയലക്കിരി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ, നമ്മുടെ വീട്ടിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കവറുകൾ, ഇതേപോലത്തെ വീട്ടിൽ വേസ്റ്റായിട്ട് കവറുകളുണ്ടാവും. ഇതൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കിയെടുക്കാം. പഴയ പിക്കപ്പ് ചുളുക്കൊക്കെ നീട്ടിയിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് കറക്റ്റായിട്ട് അടുക്കിയെടുത്തിട്ട് ഇതിന്റെ സെന്റർ, കവറിന്റെ സെന്റർ പിടിച്ചിട്ട് ഒരു പൈപ്പോ ഒരു വടിയോ ഒരു സെന്ററിൽ കുത്തിയിട്ട് പിടിച്ചിട്ട് തിരിക്കുക. 4 സൈഡ് ആക്കും. തിരിച്ച് റെഡിയാക്കിയിട്ട് ഇവിടെ ഒരു 2 റബ്ബർ ബാൻഡ് ഇടും, നല്ല ടൈറ്റാക്കിയിട്ട്. നല്ല ചുറ്റിട്ട് 2 റബ്ബർ ബാൻഡ് ആയിരുന്നു ഊരി വരാൻ പറയും. ഓക്കെ, വേണമെങ്കിൽ ഒരു സ്ക്രൂ ഇറക്കി കൊടുക്കും. ഇനി നമുക്ക് ഉടനെ പുറമാക്കി വേറെ കൂട്ടിപ്പിടിക്കുക. ഇതേപോലെ നല്ല പോലെ തല തിരിച്ചു പിടിച്ചിട്ടേ ഒരു കുപ്പി 20 റുപ്യേന്റെ ഏതെങ്കിലും ഒരു കുപ്പി എടുക്കുക. വലിയ കൂടെ കയറ്റി കൊടുത്ത് സാധനം കുപ്പി തുണിക്കാൻ ഇറക്കി കൊടുക്കുക. നല്ല ടൈറ്റാക്കിട്ട് ഇറക്കുക. ഓക്കെ, ടൈറ്റാക്കി ഇറക്കിയ ശേഷം ഇവിടെ ഒരു ടാപ്പ് ഇരിക്കുക. അങ്ങോട്ടും കൂടി ഇറങ്ങാതിരിക്കാൻ. ഒന്നിലേക്ക് ടാപ്പ് ഇട്ട് അല്ലെങ്കിൽ സ്ക്രൂ വെക്കാം. ടാപ്പ് ചെയ്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടാൽ മതി. മാറാതെ തട്ടാനുള്ള ഒരു അടിപൊളി സാധനമാണ്. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന കവറുകൾ എന്താ ചെയ്യേണ്ടത്? മാസം പഞ്ചായത്തിന് ആള് വരുമ്പോൾ അവർക്ക് കൊടുക്കണോ, കത്തിക്കണോ ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. മാറാതെ പറ്റാൻ ഇതുപോലൊരു സാധനം വരണം. ഉഷാർ സാധനമാണ്. പല കളറുള്ള പിക്കപ്പാണെങ്കിൽ പല കളർ, പഴയ പിക്കപ്പ് ഉഷാറാണ്. കവർ ഇതേപോലെ വെച്ച് കെട്ടി കലാപരമായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. മാറാതെ തട്ടലാക്കി എന്താ ഉഷാർ സാധനം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മാറാലെ തട്ടണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതാ വേറൊരു പരിപാടി ഇറക്കാം. ഇതേപോലെ കവറുകളൊക്കെ പഴയതൊക്കെ എടുത്ത് വൃത്തിയായി ചുളുക്കില്ലാണ്ട് മടക്കി ഒരേപോലെ വെച്ച് അടുക്കുക. എന്നിട്ട് ഇതേപോലെ അടിയിൽ കട്ട് ചെയ്തെടുത്ത് വൃത്തിയായിട്ട് ഇനി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. മാലൊക്കെ തോരണം കിട്ടില്ല നമ്മൾ, അതേപോലെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, വൃത്തിയായിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു വടി അല്ലെങ്കിൽ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് അതിൽ വെച്ച് ചുരുട്ടുക. അപ്പോൾ തന്നെ എന്താ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരേ വലുപ്പത്തിൽ ഇതേപോലെ ചുരുട്ടിയെടുക്കുക. ഇനി അത് ടൈറ്റായിട്ടൊന്ന് കെട്ടണം. നമുക്ക് ടൈറ്റായിട്ട് കെട്ടാൻ ഒന്നില്ലെങ്കിൽ ഒരു ബലൂൺ എടുക്കുക. ബലൂണാണെങ്കിൽ നമുക്ക് വലിച്ചു പിടിച്ച് കെട്ടാം. ബലൂൺ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കട്ട് ചെയ്തെടുക്കുക.
റബ്ബർ ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടുക. ആദ്യം റബ്ബർ ബാൻഡായിട്ട് നമുക്ക് കെട്ടിയിടാം. റബ്ബർ ബാൻഡായിട്ട് കെട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ബലൂണായിട്ട് ഒന്ന് കെട്ടാം. കാരണം കെട്ട് ഇളകി വരരുത്. അതായിട്ട് ടൈറ്റാക്കിയിട്ട് കെട്ടുക. കെട്ടി പച്ച കളർ ഗുണം തോന്നിയില്ലാണ്ടപ്പോഴേ പുറം മറിച്ച് ചീറ്റിയാണ് വേറെ കളറാക്കി. ആ ബലൂണൊന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ ഇൻസുലേഷൻ ടാപ്പ് ചീറ്റുക. നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ബലൂണിൻ്റെ മേലെ കൂടെ ചീറ്റിയിട്ട് പൈപ്പിലേക്ക് കയറ്റി ചീറ്റുക. PVC പൈപ്പിലേക്ക് കയറ്റി ചീറ്റുക. ഇതാണ്ടോ ഉഷാറായി. മാറാല തട്ടലും പൊടി തട്ടലും മാത്രമല്ല ചൂല് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കേണ്ട വിചാരിച്ചതാണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എന്ന് കരുതുന്നു. ഓക്കെ, ഗുഡ് ബൈ. എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ?